കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം. ക്ഷേത്ര ഉപദേശക സമിതിക്ക് സംഭവിച്ച പിഴവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും PS പ്രശാന്ത് കൂട്ടിച്ചേർത്തു. ദേവസ്വം ബോർഡിന് കീഴിലെ കടക്കൽ ദേവീക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിനിടെ ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് വിപ്ലവ ഗാനങ്ങളുമായി സംഗീത പരിപാടി അവതരിപ്പിച്ചത്. പാട്ടിനൊപ്പം സ്ക്രീനിൽ തെളിഞ്ഞത് പാർട്ടി പതാകകളും ചിഹ്നവുമായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി നോട്ടീസിലൂടെ അടക്കം പ്രചാരണം നടത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധമുയർന്നതോടെയാണ് ദേവസ്വം അധികൃതരുടെ ഇടപെടൽ. ക്ഷേത്ര ഉപദേശക സമിതിക്ക് സംഭവിച്ച പിഴവാണെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയുണ്ടാകുമെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ രാത്രിയാണ് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തീർച്ചയായിട്ടും ക്ഷേത്ര ദേവസ്വം സ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ കൊടിയോ ചിഹ്നമോ പരിപാടികളോ പാടില്ല എന്ന് കൃത്യമായ കോടതി വിധിയുണ്ട്. കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അങ്ങനെ തന്നെയാണ്. അതിപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പം ഇത് ഉപദേശസമിതിയുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഉപദേശസമിതിയാണ്. ആ ഉപദേശസമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. അന്വേഷണം ഞങ്ങൾ ഉപദേശസമിതിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിജിലൻസ് SP ഉണ്ട്. SP കൊണ്ട് അന്വേഷിപ്പിക്കുവാനും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ സംഘടനയായ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. നേതൃത്വം നൽകിയത് CPM DYFI നേതാക്കൾ ഉൾപ്പെടുന്ന ഇടതനുകൂല ഉപദേശക സമിതിയും. രാഷ്ട്രീയ പ്രചാരണത്തിന് ക്ഷേത്രങ്ങളെ വേദിയാക്കരുത് എന്ന ഹൈക്കോടതി വിധി പ്രകാരം ഇതേ ക്ഷേത്രത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് മുൻപ് മാറ്റേണ്ടി വന്നത്. അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് വിശ്വാസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വിപ്ലവ ഗാനങ്ങളും ആലപിച്ചത്. ക്ഷേത്ര പരിസരത്തെ ആൽത്തറയിൽ പോലും CPMന്റെ ചുമരെഴുത്തും ആലിന്മേൽ പാർട്ടി കൊടിയും കാണാം. ഭക്തർ നിലവിളക്ക് കൊളുത്തുന്ന ആൽത്തറ കൂടിയാണിത്. ഹൈന്ദവ ക്ഷേത്രങ്ങളെ കൈപ്പിടിയിലൊതുക്കുവാനുള്ള ഇടതു ശ്രമങ്ങളുടെ പച്ചയായ ഉദാഹരണമാണ് ഇന്ന് നാം കടക്കലിൽ കാണുന്നത്. ജനം, കൊല്ലം.